മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീം ഫുല്ലകുസുമിത ദ്രുമദലശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. താങ്ക് യു. എല്ലാവരും കരങ്ങളെ അടിച്ച് ഒന്ന് ഉത്സാഹിപ്പിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഒരു സ്മരണാഞ്ജലിയാണ്. നമ്മൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു മൗന പ്രാർത്ഥനയായിട്ട് നമ്മോട് കൂടെ ജോലി ചെയ്ത പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല, അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടും ഈ പ്രോഗ്രാം മുൻപോട്ട് സുഗമമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഒരു മിനിറ്റ് നമ്മുടെ മൗന പ്രാർത്ഥന ആചരിക്കുകയാണ്. ദയവായിട്ട് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. പഴയോരാനാദവും ദൃശ്യവും പോലെ കൂട്ടുകാരൊത്തു ചേർന്നിടുന്നു വീണ്ടും. വാർത്താതരംഗങ്ങൾ നീട്ടിയ കാലത്തെ ഓർമ്മകൾ പങ്കിട്ടു ചിരിക്കുന്നു നേരം. ആകാശവാണിതൻ ഈണങ്ങൾ കാതിലും ദൂരദൃശ്യ വിസ്മയങ്ങൾ കൺമുന്നിലെന്നപ്പോ കാലം തളർത്താത്ത ബന്ധങ്ങൾ ഇന്നും സൗഹൃദ പൊൻവെളിച്ചം വിതറുന്നു ചുറ്റും. കൂട്ടുകാരുടെ കൂടിവരവിൽ സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്നു പോകാൻ മോഹമില്ലാത്തവരുണ്ടോ? സ്വന്തം സ്വന്തം പ്രണയത്തിലൂടെ ഒന്നലയാൻ ഉള്ളിൽ കൊതി തോന്നാത്തവരുണ്ടോ? കണ്ണാടിപ്പുഴ കാണുമ്പോ കണ്ണീർ കനവുകൾ തെളിയുമ്പോ വെറുതെ പാടാൻ കൊതിക്കാത്തൊരാളുണ്ടോ? സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്നു പോകാൻ മോഹമില്ലാത്തവരുണ്ടോ?
ഒളമാവിൻ തണലും തറവാടും പുരയും അമ്മ വിളമ്പിയ ചോറും. ഒളമാവിൻ തണലും തറവാടും പുരയും അമ്മ വിളമ്പിയ ചോറും. പൊൻവിഷുക്കണിയും പൊന്നോണരാവും കാവും കുളവും കളിയാട്ടവും ആ നല്ല നാളിൻ ഓർമ്മയിൽ മുഴുകാൻ വെറുതെ വെറുതെ കൊതിച്ചുപോയി ഞാൻ. രൂപരേഖ ഇതൊരു ഫ്ലെക്സിബിളാണ്, നമുക്ക് റിജിഡായിട്ട് ഇതിനകത്തൊന്നുമില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം കാണുക, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങൾ മാക്സിമം ആ സമയം പ്രയോജനപ്പെടുത്തുക എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രാജേന്ദ്ര സാറ് ഒരു ഇൻട്രൊഡക്ഷനും വെൽക്കമും ഒഫീഷ്യലായിട്ട് ചെയ്യും. അതിനായിട്ട് സാറിനെ ക്ഷണിക്കും. CSRനെ ഓർക്കാതെ ഈ ഫംഗ്ഷൻ നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. തുടങ്ങിക്കഴിഞ്ഞ് അവിടെ എന്നോട് പലപ്പോഴായിട്ട് പറയുമായിരുന്നു നമുക്കിതുപോലൊരു ചടങ്ങ് കൂടണം, നമ്മൾ പലരും വളരെ സീനിയറാകുന്നു, അവിടെ എല്ലാവരും ഇന്ന് ഒരുമിച്ച് കാണണം എപ്പോഴെങ്കിലും. അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ സാറും ഇതിൽ ഈ ഡിസ്കഷനിൽ ചേർന്നു. അങ്ങനെയാണ് ഇതിനൊരു ട്രാക്ഷൻ വരുന്നത്. പിന്നീട് എൻ്റെ പ്രിയ സുഹൃത്ത് ബോബൻ ജോർജും കൂടെ ചേരുന്നു. അപ്പോഴാണ് ഈ ഉദ്യമത്തിനൊരു മൊമെൻറ്റം കിട്ടുന്നത്. ഇതുപോലുള്ളൊരു കൂടിവരവ് നമുക്കുണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറഞ്ഞ പക്ഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കൂടാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് അജയ് ഘോഷ് MS. എല്ലാവർക്കും തിരുവനന്തപുരത്ത് വരുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ വരാം. സന്തോഷം, വെൽക്കം. എൻ്റെ ജീവിതത്തിലെ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ആ പീരീഡ് തന്നെയാണ്. റിയലി എൻജോയ് ചെയ്ത ടൈമായിരുന്നു അത്. വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തീയതിൽ സംഘടിപ്പിച്ചതിന് സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ആകാശവാണി പോർട്ട് ബ്ലെയറിലാണ് ജോയിൻ ചെയ്ത ആൻഡമാൻസിൽ. എൻ്റെ ഹസ്ബൻഡ് FCIയിലായിരുന്നു. ചെയ്തിരിക്കുന്നു. ഞാൻ ഭാര്യയുടെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്കൊന്നും ആകാശവാണിയാണെങ്കിലും ദൂരദർശനാണെങ്കിലും രണ്ടും രണ്ടാണെന്ന് തോന്നിയിട്ടേ ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആൾക്കാരാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. അവരെ ഒന്നൊക്കെ ഞാൻ ഇപ്പോൾ സ്മരിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇതിനുള്ള സഹപ്രവർത്തകർക്കും തന്നെ സന്തോഷം. എല്ലാവരെയും കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കൂടിവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവരെയും കാണാനുള്ള ഒരു കൊതി കൊണ്ട് മാത്രമാണ് അവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെ എല്ലാവരും കാണുന്നതിനും നിങ്ങളോടൊത്ത് അല്പസമയം ചെലവഴിക്കുന്നതിനും സർവശക്തനായ ദൈവം നൽകി തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് ആകാശവാണിയും ദൂരദർശനമുള്ള എല്ലാവരും ഇതിൽ ഈ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാൻ എത്രമാത്രം ശ്രമകരമായ ജോലിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും പരസ്പരം കാണാനുള്ള അവസരം. അടുത്തൊരു മീറ്റിംഗ് നമ്മൾ എത്ര പേരുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ക്യാമറാമാൻ ദൂരദർശൻ്റെ 1984 ട്രാൻസ്ഫർ ആയിരുന്നു ചെന്നൈയിൽ. 94 NCDP മുംബൈയിൽ തന്നെ റിട്ടയർഡായി. ഞാൻ PG ഹരികുമാർ. ഞാൻ ട്രിവാൻഡ്രം ദൂരദർശനിൽ 1984 to 89 വർക്ക് ചെയ്തിരുന്നു. 1971 മുതൽ 2010 വരെ 39 കൊല്ലക്കാലം ബാംഗ്ലൂരിലായിരുന്നു. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തത് തൃശ്ശൂർ ആകാശവാണിയിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റായിട്ട് 1969 ചെയ്തത്. 10ൽ പെൻഷനായി. ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ ആകാശവാണി കോഴിക്കോടാണ് ആദ്യം ജോയിൻ ചെയ്തത് ലൈബ്രറിനായിട്ട്. തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വന്നതാണ്. പിന്നെ 2019 റിട്ടയർ ചെയ്തു. ഡൽഹി ഡയറക്ടറേറ്റിലായിരുന്നു. പിന്നെ റിട്ടയർ ആയത് 2021 പ്രസാർ ഭാരതിയിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ റിട്ടയർ ആയി. അപ്പനോടും മകനോടും ഒപ്പം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള. അങ്ങനെ
4 ചില്ലറ ഡിഫൻസ് സർവീസ് ചെയ്ത് അങ്ങനെ 40 വർഷത്തോളം സർവീസ് ചെയ്യാൻ ദൈവം തന്ന അവസരത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് 2 മക്കൾ, ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾ സെറ്റിൽഡാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഈ മറ്റാൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ കൊച്ചുനാൾ മുതലേ ഉണ്ടായിരുന്നു, 13ാമത്തെ വയസ്സ് മുതൽ. മെയിൻ ഏരിയ സ്പോർട്സിൻ്റെ പ്രൊഡ്യൂസറാണ്. ദൂരദർശൻ മാത്രമുള്ളപ്പോൾ കാലത്ത് സ്പോർട്സിൻ്റെ ലൈവൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഷൈല എം ബേബി. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻ ചെയ്ത 1984. ഞാൻ തങ്കം 1987 ആകാശവാണിയിൽ ജോയിൻ ചെയ്തു. ഞാൻ രാധ തൃശ്ശൂർ LPTയിൽ ജോയിൻ ചെയ്തു 90. ഞാൻ ഉണ്ണികൃഷ്ണൻ 1988 ആകാശവാണി തിരുവനന്തപുരത്ത് ടെക്സായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ലേഖ 1984 കോഴിക്കോട് നിലയത്തിൽ ജോയിൻ ചെയ്തു. ഞാൻ 1991 മെയ്യിൽ ആകാശവാണി പോണ്ടിച്ചേരിയിൽ ജോയിൻ ചെയ്തു. എൻ്റെ സർവീസിൽ പകുതിയിലധികവും ആകാശവാണി തിരുവനന്തപുരമാണ്. റിട്ടയർ ചെയ്ത് 1924. എൻ്റെ ജീവിത പങ്കാളി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മാത്യു ഇരാളിയാണ്. ഞാൻ ഉഷാർ മേനൻ. ആദ്യമായി 89 DDK ട്രിവാൻഡ്രത്തിൽ ജോയിൻ ചെയ്തു. എന്തായാലും ഞാൻ വളരെയധികം സന്തോഷമാണ്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ലൈഫ് തന്നെ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ 26 ജോയിൻ ചെയ്തു ദൂരദർശനിൽ. 2020 ഈ ആയിട്ട് ദൂരദർശനിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ ചന്ദ്രിക ആകാശവാണി തിരുവനന്തപുരത്ത് റിട്ടയറായി. ഹലോ, ഞാൻ പ്രിയ. ഇവിടെ ആകാശവാണി തിരുവനന്തപുരത്ത് നിന്ന് 2025 ഒക്ടോബറിൽ റിട്ടയറായി. ഒരുപാട് സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ 1991 ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്നു, റിട്ടയർ ചെയ്തു. ദൂരദർശൻ കേന്ദ്രം ശ്രീനഗറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം 1976 ഓട്ട്ബർ ആൻഡമാനിലെ വർക്ക് മനുഷ്യായിട്ട് കയറി. പിന്നെ ഗുൽബർഗയിൽ വർക്ക് മനുഷ്യായിട്ട് വർക്ക് ചെയ്തു. എല്ലാവരെയും പോലെ പല ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്ത് 2021 മാർച്ചിൽ തിരുവനന്തപുരം ദൂരദർശനിൽ റിട്ടയർ ചെയ്തു. ഡൽഹിയിലും പിന്നെ സിൽച്ചറിലും കുറച്ചു കാലം പ്രസാർഭാരതിയുടെ മാർക്കറ്റിംഗ് ഡിവിഷൻ. 88 ദൂരദർശനിൽ ജോലി ചെയ്തു. അതിനു മുമ്പ് ചിറ്റൂർ കോളേജിൽ 5 വർഷം ഞാൻ ലെക്ചറായി ഇരുന്നിട്ടുണ്ട്. 2000 നല്ലൊരു സമയമായിരുന്നു ദൂരദർശനിൽ. DDK ട്രിവാൻഡ്രത്ത് 89 to 98. 2015 നവംബറിൽ റിട്ടയർ ചെയ്തു. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ 1988 പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് തിരുവനന്തപുരം ദൂരദർശനിൽ ജോയിൻ ചെയ്തു. 1985 ട്രിവാൻഡ്രം ദൂരദർശൻ തുടങ്ങിയ സമയത്ത് ഇങ്ങോട്ട് വന്നു. 2011 റിട്ടയറായി. തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശ്ശൂരും കൊച്ചിയിലും വർക്ക് ചെയ്തു. എം കാശി. എൻ്റെ ഫുൾ നെയിം കാശി വിശ്വലിംഗം. ഞാൻ 1983 ഡൽഹിയിലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻ്റ് ആയിട്ട് ആകാശവാണി മഞ്ചേരിയിൽ നിന്ന് 2023 റിട്ടയറായി. യൂണിറ്റ് ബോംബെയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 90 ജനുവരിയിൽ ആകാശവാണി വന്നു. 2020 1989 AR ആഗ്രഹി ജോയിൻ ചെയ്തു. 2024 മെയ് 83 ആകാശവാണി തിരുവനന്തപുരത്ത് 2012 റിട്ടയർ ചെയ്തു. ഞാൻ അതാദേവി. ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2025 റിട്ടയർ. 2020 പ്രസാർ ഭാരതിയിൽ ഡൽഹിയിലും ഗവൺമെൻറ്റിലും വർക്ക് ചെയ്തു. 2021 തിരുവനന്തപുരത്ത് തന്നെ ചേർന്നു. ദൂരദർശനിലാണ് ജോയിൻ ചെയ്തത്. 1985 2024 ട്രിവാൻഡ്രം ഏരിയയാണ്. 89 മൈസൂരിൽ ജോയിൻ ചെയ്തു. 2020 ചെന്നൈയിൽ റിട്ടയർ ചെയ്തു. ഞാൻ ഹരിയിൽ 1990 കടപ്പയിൽ ജോയിൻ ചെയ്തു. 25 തിരുവനന്തപുരം ദൂരദർശനിൽ റിട്ടയർ ചെയ്തു. ലക്ഷ്മി 90 ജോയിൻ ചെയ്തു. വിഴുപ്പുരം LPTയിൽ. ട്രിവാൻഡ്രം DDKയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. ARൽ ജോയിൻ ചെയ്തു. 87-93 കാലഘട്ടങ്ങളിലാണ് ഞാൻ തിരുവനന്തപുരം ദൂരദർശനിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തു. 22 മെയ്യിൽ
1985 ജോയിൻ ചെയ്തു. 2014 റിട്ടയർഡായി. ജോയിൻ ചെയ്തപ്പോൾ റിട്ടയർഡായ പോർന്നാണ്. ഞാൻ ആകാശവാണിയിൽ ദൂരദർശനുമായിട്ട് 18 വർഷം വീതം 36 വർഷം സേവനം. DDK ട്രിവാൻഡ്രത്ത് 93 മുതൽ 4 വർഷക്കാലം. 1984 ആലപ്പുഴയിൽ ജോയിൻ ചെയ്തു. 40 വർഷം ജോലി ചെയ്തു. 90 ജോയിൻ ചെയ്തു. 2025 മെയ്യിൽ 2007 തിരുവനന്തപുരത്ത് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല. 84 റേഡിയോ കാശ്മീർ ജമ്മുവിൽ ജോയിൻ ചെയ്തു. 2019 റിട്ടയർ ചെയ്തു. 84 ആകാശവാണി കോഴിക്കോട് ജോയിൻ ചെയ്ത 98 തൊട്ട് 17 കൊല്ലം തിരുവനന്തപുരം ദൂരദർശനിലായിരുന്നു. ദിവസം 2020 റിട്ടയർ ചെയ്തു. ജോയിൻ ചെയ്തു. 2000 കൊച്ചി ആകാശവാണിയിൽ നിന്നും റിട്ടയർ ചെയ്തു. 89 മുതൽ 95 വരെ ആകാശവാണി 86 1986 ദൂരദർശനിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ ജീവിതം ആരംഭിച്ച് 2020 റിട്ടയർ ചെയ്തു. പിന്നെ 4 വർഷം ആകാശവാണി അവസാനത്തെ 2 വർഷം തിരുവനന്തപുരം ആകാശവാണിയിലായിരുന്നു. 2025 ഞാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇനി എല്ലാവരെയും കാണുവാൻ ഒരു അവസരം ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ നേരത്തെ ആഗ്രഹിച്ചതാണ്. ആകാശവാണി ജോയിൻ ചെയ്തു. 2007 നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ട് ഇവിടെയുള്ള 80 കഴിഞ്ഞ നമ്മുടെ നമ്മുടെ കൂട്ടുകാരുണ്ട്. അവർ ആദരിക്കുന്ന ചടങ്ങാണ്. ബഹുമാനപ്പെട്ട അവരെ ആദരിക്കുന്നതിനായി നമ്മുടെ അജയ് ഘോഷ് ക്ഷണിക്കുകയാണ്. ആശംസകൾ 100 ആശംസകൾ. ആശംസകൾ 100 ആശംസകൾ. ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും 100 ആശംസകൾ. 100 ആശംസകൾ. മലരുകൾ വിടർത്തി കതിരുകൾ നിരത്തി വന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമയൊഴുക്കി പൊന്നണിയും ദിവസം. ഞാനെന്ത് തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാ നിൻ മോഹവാഹിനി തീരഭൂമികൾ. ഞാൻ തോമസ് ടിക്കുനും ആകാശവാണിയും ദൂരദർശനിലും വർക്ക് ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് ചാൻസ് കളയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തോമസ് ടിക്കിനെ ഞാൻ സന്തോഷപൂർവ്വം ആദരിക്കുന്നു. വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും 100 ആശംസകൾ. 100 ആശംസകൾ. അഴകുകൾ മുകർന്നു ചിരികളിൽ അലിഞ്ഞു പൂവിതറും നിമിഷം. നിലവുകൾ പകുത്തു കരളുകൾ അടുത്തു തേൻ ചൊരിയും നിമിഷം. എന്നും നിൻ വഴിയിൽ മഞ്ജിമ പുലരാൻ മംഗളമരുളാ നിൻ മോഹവീണ തൻ മോഹ
രാഗതന്ത്രികൾ രാഗമാല്യമണിയ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എന്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ. എല്ലാവരെയും ഒരുമിച്ച് കുറേ കാലത്തിന് ശേഷം കാണാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. കുറേ പേരൊക്കെ എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. കാണാം, നന്നായി. കാരണം കുറേ കൊല്ലം മുമ്പ് നമ്മുടെ CS രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മദ്രാസിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കാറുണ്ട്. അവർ കൊല്ലത്തിൽ 2-3 തവണയൊക്കെ ഗെറ്റ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ രാജഗോപാലിനോട് പറഞ്ഞു, നടന്നില്ല. പിന്നെ ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു. രാധാകൃഷ്ണൻ ഇപ്പോഴെങ്കിലും ഇത് സാധിച്ചു തന്നതും വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എന്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. മുത്തച്ഛനിത്തിരി മധുരവുമൊപ്പും ചേർത്തന്നു ചോറൂണു നൽകിയ നടയിൽ. മുത്തച്ഛനിത്തിരി മധുരവുമൊപ്പും ചേർത്തന്നു ചോറൂണു നൽകിയ നടയിൽ. ഞാനിന്നു നിൽക്കേ അറിയാതെയോർന്നു കനവിൻ മധുരവും കണ്ണീരിനൊപ്പും ഒരു നെയ്ത്തിരിയായി തെളിയുന്നു. ഹൃദയത്തിലെന്നോടെ പൈതൃകം സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂപോൽ ആദിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂപോൽ ആദിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. അന്നെന്റെ മനസ്സോ മുഗ്ധ സൗന്ദര്യത്തിൻ ആദ്യാനുഭൂതിതൻ ആനന്ദമറിഞ്ഞു. നറുനിലാവായിന്നും നിറയുന്നു. ഹൃദയത്തിലവളുടെ സൗന്ദര്യം സ്മൃതി തൻ ചിറകിലേറി ഞാൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എന്റെ ബാല്യത്തിൻ തീരത്ത് ദൂരദർശനിൽ നിന്ന് തന്നെ റിട്ടയറും ആയി. ഇത്രയാണ് 1986 ദൂരദർശനിൽ ജോയിൻ ചെയ്തു. 2020 അവിടുന്ന് റിട്ടയർ ചെയ്തു. 190 പേര് വന്നതിലെ ഒരു 60% ആളുകളെ ഞാൻ അറിയും, 70% ആളുകളെ എന്നെ അറിയും. ബാക്കി 10% ഞാൻ അറിയാതെ പോയതിൽ ഖേദിക്കുന്നു. ബാക്കി 30% ആളുകളെ കാണാൻ കഴിഞ്ഞതിലും ഞാൻ ആനന്ദിക്കുന്നു. ഗ്രൂപ്പിലെ ഇന്ന് ചേർന്ന 200 പേര് 220 പേർക്കും അഭിമാനം ഉണ്ട്. ഇനി CS രാധാകൃഷ്ണന്റെ മിസ്സിസ് കൂടെ AK ശ്യാമള, ഡോക്ടർ AK ശ്യാമള റിട്ടയർ ചെയ്തത് 2020 ഒക്ടോബറിൽ.
കോവിഡ് പിടിച്ച് ആകെ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു റിട്ടയർ 2 ദിവസം. സാറിനെ നമുക്ക് കാണാം, ക്യാമറമാൻ പിള്ളസാറിനെ നമുക്ക് കാണാം. ഇതാണ് ഗോൾഡൻ ചാൻസ്. മോനെ ഡോക്ടറാണ്, കിംസിലാണ്, മെഡിക്കൽ കെയറിലാണ്. ഞാൻ കണ്ണൂരാണ് സ്ഥലം. ട്രിവാൻഡ്രം DDK വർക്ക് ചെയ്ത് 1994 to 2000. ശരിക്കും എല്ലാവരെയും കണ്ട് ഭയങ്കര ത്രില്ലിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ സമയത്തെല്ലാം ജോയിൻ ചെയ്ത് അവന്നായിട്ട് റിട്ടയർ ചെയ്തു. ഒന്ന് സാജന സാറായത് 2024 തിരുവനന്തപുരം DDKയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ ആകാശവാണി ബാംഗ്ലൂരിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം പല ആകാശവാണി ഊട്ടി, തിരുനെൽവേലി, 2 കൊല്ലം കൽപ്പറ്റയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ 35 വർഷം സർവീസിലുണ്ടായിരുന്നു. എൻ്റെ സർവീസ് 2019 ഞാൻ റിട്ടയർ ചെയ്തു. 19 ആകാശവാണിയിൽ നിന്ന് റിട്ടയർ ആയി. 86 ആകാശവാണിയിൽ ജോയിൻ ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി 2020 നവംബറിൽ സൂര്യാസ്റ്റിന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ സുഖമായിട്ട് കൈനാട്ടിൽ താമസിക്കുന്നു. ജോയിൻ ചെയ്തത്. ഒരു 6 വർഷത്തിന് ശേഷം ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി, പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി 2017. 2015 റിട്ടയർ ആയി. 100 വർഷങ്ങളിൽ ജോയിൻ ചെയ്ത് AR കാലിക്കറ്റിലായിരുന്നു. 1986 ജനുവരിയിൽ ജോയിൻ ചെയ്തു. 2019 87 വരെ സ്റ്റേറ്റ് സർവീസ് ഉണ്ടായിരുന്നു. 87 ഡിസംബറിൽ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. 23 ഏപ്രിലിൽ റിട്ടയർഡ് ആയി. DDK 85 വന്നു. 2015 റിട്ടയർമെന്റ്. 1987 ദൂരദർശൻ ജോയിൻ ചെയ്തു. 2014 ജനുവരിയിൽ പെൻഷൻ ചെയ്തു. 23 റിട്ടയർ. ഞാൻ 1987 തിരുവനന്തപുരം ദൂരദർശൻ ജോയിൻ ചെയ്ത് 23 റിട്ടയർഡായി. 87 ദൂരദർശനിൽ ഞാൻ ജോയിൻ ചെയ്തു. 2019 ഞാൻ റിട്ടയർഡ് ആയി. ഞാൻ 18/3/88 തിരുവനന്തപുരം ദൂരദർശനിൽ ജോയിൻ ചെയ്തു. ഞാൻ 2022 റിട്ടയർഡായി. 88 ചെന്നൈയിൽ ജോയിൻ ചെയ്തു. 89 ട്രിവാൻഡ്രം ദൂരദർശനിൽ ട്രാൻസ്ഫർ ആയി വന്നു. 2018 റിട്ടയർ ആയി. ജോയിൻ ചെയ്തു. 2022 ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് റിട്ടയർ ചെയ്തു. 89 ഞാൻ ചെന്നൈയിൽ ജോയിൻ ചെയ്തു. ചെന്നൈ ആകാശവാണി റിട്ടയർഡ്. ഇപ്പം ജസ്റ്റ് ഒരു 3 മാസം മുമ്പ് ഡിസംബർ 31 റിട്ടയർ ചെയ്തു. തിരുവനന്തപുരം ആകാശവാണിയിൽ 2 ടെന്നോർ ജോലി ചെയ്തു. ജനുവരി 31 റിട്ടയർ ചെയ്തു. 2012 ഇവിടെ റിട്ടയറായി. ഞാൻ എക്സൈസ്മാനാണ്. ആർമിയുടെ എയർപോർട്ട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 20 വർഷം വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഇറ്റാനഗറിലാണ് ആദ്യം ജോയിൻ ചെയ്തത് 1996. പിന്നെ അവിടുന്ന് കട്ടക്ക്, പിന്നെ ഫോർട്ട് ബേ, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ ഇവിടെ നിന്നാണ് ഇതുപോലേക്ക് പോയത്. വോളണ്ടറിയായിട്ട് മുമ്പോട്ട് വന്നിട്ട് ഈ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിലർ ചേർന്ന് ഓർഗനൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സംഗീത സംവിധാനത്തെ ആകാശവാണി അംഗീകരിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓരോരം പകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എഴുതാമോ? എന്റെ പ്രേമ സംഗീത പാടുന്നീ ധ്യാനലീനമീരിപ്പുന ധ്യാനലീനമീരിപ്പുന ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നിൽ
മരിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ ജാനലീനമീരിപ്പുന ജാനലീനമീരിപ്പുന ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ രാഗമാകുമോ വേർപെടുമിന പക്ഷി തൻ ശോകമുഖരാഗമായി മാറുമോ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീനമീരിപ്പുന ധ്യാനലീനമീരിപ്പുന ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. അപ്പൊ നമ്മളിനി മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇവിടെ കമ്മിറ്റി എടുക്കുകയുണ്ടായി. അപ്പൊ നേരത്തെ ഇവിടെ പലരും അഭിപ്രായപ്പെട്ടതുപോലെ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല വേണ്ടത്. നമ്മളെല്ലാം റിട്ടയർ ചെയ്തവരാണ്, ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അത് കൂടുതൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറ്റിയെടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പല വിധത്തിലും പല രംഗങ്ങളിലും റിട്ടയർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് വരണം. അത് പുതിയ കാര്യങ്ങൾ, അതുപോലെ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പല കാര്യങ്ങളും ഇതിലേക്ക് നമ്മുടെ അംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെയുള്ള ഒരു ഫുൾ എന്റർടൈൻമെന്റ് വേദിയായി ഇതിനെ മാറ്റിയെടുക്കണം. ഈ വർഷത്തെ കൂടിവരവ് കൂട്ടുകാരുടെ കൂടിവരവ് എന്ന പരിപാടി ഇന്ന് ഇവിടെ സമാപിക്കണം.
മെത്ത തീർക്കും വേണുവിൻ ഗാനം ദൂരെ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരേ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരേ. സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു. എന്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞുപോയി മാമ്പൂ പൊഴിഞ്ഞുപോയി പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ ഈണം മറന്നുപോയി. അവൻ
മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും. ഗപഗരി സരി ഗരി സഗരി സധാപ, ഗപഗരി സരി ഗരി സഗരി സധാപ. ഗരിഗ സരി പദപസ പദപസ സരി സഗ സരി സഗ ഗപഗധ.